السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين ولا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وصلى الله وسلم على سيدنا محمد وعلى آله وعلى أصحابه أزواجه وذرياته وعلى سيدتنا أم المؤمنين خديجة الكبرى رضي الله عنها. ഏറ്റവും പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലാണ് നമ്മൾ ഒരുമിച്ചിട്ട് കൂടിയിട്ടുള്ളത്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ റമളാനിനെ കൃത്യമായിട്ട് വിനിയോഗിക്കുവാനും ആ റമളാൻ കൊണ്ട് വിജയിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല ഈ റമളാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല പറയുന്നു, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അവൻ ഞാൻ പറയാൻ പോകുന്നത് ഈ റമളാൻ നമ്മൾ എന്താണ് നേടിയെടുക്കേണ്ടത് എന്നും റമളാൻ ശേഷം നാം എങ്ങനെയായിരിക്കണം എന്നുള്ള ആ തഖ്വയുള്ളവരുടെ ചില ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സൂറത്തിൽ ആലു ഇംറാൻ അല്ലാഹു തആല പറയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ് അർളുഹ സ്സമാവാതു വൽ അർളു ഉഇദ്ദത ലിൽ മുത്തഖീൻ. ആ മനോഹരമായ സ്വർഗ്ഗം അല്ലാഹു തആല റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആർക്ക് വേണ്ടിയാണ്? ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തഖ്വയുള്ളവരുടെ ലക്ഷണം അല്ലാഹു തആല അടുത്ത ആയത്തിൽ തന്നെ പറയാണ്. അതാണ് നമ്മുടെ വിഷയം. അല്ലദീന, അവരാരാ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. അവർക്ക് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും അവർ ചെലവഴിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ്. അല്ലാഹു തആല തഖ്വയുള്ളവരുടെ ലക്ഷണമായിട്ട് ആദ്യം പറയുന്നത് എന്താ? അവർക്ക് പ്രയാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഇനി സമ്പത്ത് പോലെ കയ്യിൽ ഐശ്വര്യമുള്ള സമയത്തും അവരെന്ത് ചെയ്യും? ആർക്കും അവർ കൊടുക്കും, അവർ ചെലവഴിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കുക. അതായത് എൻ്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിലേ ഞാൻ എന്ത് ചെയ്യുന്നു? സഹായിച്ചുള്ളൂ. ഇപ്പം എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ സഹായിച്ചിട്ടില്ല എന്നുള്ള മനോഭാവത്തിൽ നിന്നും മാറി ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് വേണം. അത് കുറേ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് നമുക്ക് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കാൻ കഴിയുക, നല്ല വാക്കുകൾ കൊണ്ട് ഒരാളെ നമുക്ക് സഹായിക്കാൻ കഴിയോ അങ്ങനെ സഹായിക്കുക, പുഞ്ചിരി കൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിയോ, സന്തോഷിപ്പിക്കാൻ കഴിയോ, അങ്ങനെ എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തഖ്വയുള്ളവരുടെ ലക്ഷണമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയാണ്. രണ്ടാമതായിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? വൽ കാളിമീനൽ ഗൈള, അവർ ദേഷ്യത്തെ അടക്കി പിടിച്ചു വെക്കുന്നവരാണ്. നമുക്കിപ്പോൾ ഒരു റിസ്ക് ഉള്ളപ്പോൾ ഒരു വിഷയം ഇപ്പോൾ അതാണ് അല്ലേ. അതായത് തഖ്വയുള്ളവരാണോ അവരെന്ത് ചെയ്യും? ദേഷ്യപ്പെടൂല, ദേഷ്യത്തെ കടിച്ചു പിടിച്ചു നിൽക്കും. അവർ ഏത് വിഷയം ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? ദേഷ്യപ്പെടൂല, അതിനെ ക്ഷമിക്കും എന്നുള്ളതാണ്. അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിക്കാത്തൊരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എന്ത് വിഷയം, ഭാര്യയുമായിട്ടൊരു വിഷയം, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടൊരു വിഷയം, കുടുംബവുമായിട്ട്, അയൽവാസി, അങ്ങനെ പല വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ ക്ഷമിച്ചുകൊണ്ട് നേരിടും, ദേഷ്യപ്പെടൂല. അത് അവരാണ് തഖ്വയുള്ളവർ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയാം. അപ്പോൾ നോക്കി നിങ്ങൾ, നമ്മളൊക്കെ ജീവിതത്തിൻ്റെ രീതി എന്താ? നമ്മൾ ദേഷ്യപ്പെടുന്നവരാണോ? എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിഷയം വരുമ്പോൾ ദേഷ്യപ്പെടുന്നവരാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരാൾ പറയാം, ഉദാഹരണം പറയാം, ഒരാൾ അറിയാതെ നമ്മളെ കാലുമണ്ണ് ചവിട്ടിയാൽ എന്ത് ചെയ്യും? നമ്മൾ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ടോ? ആലോചിച്ചാൽ മതി. ഒരാൾ നമ്മളെ വണ്ടിമ വന്ന് കുത്തി ആക്സിഡൻ്റായി, നമ്മൾ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ടോ? ആലോചിച്ചാൽ മതി. നമ്മൾ തഖ്വയുള്ളവരാണോ എന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരാൾ നമ്മൾ സാധനം അറിയാതെ ചെയ്തു കേടുവരുത്തി, അപ്പം നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? ആ ദേഷ്യത്തെ അടക്കി പിടിച്ചിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള ദേഷ്യത്തെ അടക്കി പിടിക്കുന്നവരാണ് തഖ്വയുള്ളവർ എന്നുള്ളത്. മൂന്നാമതായിട്ട് ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല തഖ്വയുള്ളവരുടെ ലക്ഷണം പറയുന്നു. പ്രിയപ്പെട്ടവരെ, വൽ ആഫീന അനിന്നാസ്. ഈ ദേഷ്യം പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ പറയാ, അവർ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ്. ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ് അവർ. ഈ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക പറയുമ്പോൾ എന്താ? നമുക്ക്
അതൊക്കെ ഭയങ്കര താല്പര്യമാണ്. പടച്ച റബ്ബി മഗ്ഫിറത്തിൻ്റെ 10 കഴിഞ്ഞു, റബ്ബി എനിക്ക് എന്ത് ചെയ്യണം, പുറത്തു തരണം, എൻ്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരണം എന്ന് നമുക്ക് താല്പര്യമാണ്. പക്ഷെ നമുക്കാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പുറത്തു കൊടുക്കാനൊന്നുമില്ല, മനസ്സില്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാണ് പടച്ച റബ്ബി നമുക്ക് പുറത്തു തരിക? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഇ. അല്ലാഹു തആലാന്റെ കാരുണ്യം നമുക്ക് വേണോ? എന്നാൽ നമ്മൾ എന്താ അവിടെ കണ്ടീഷനുള്ളൂ? നമ്മൾ ഈ ഭൂമി ലോകത്തുള്ള എല്ലാവരോടും കാരുണ്യം കാണിച്ചാൽ മതി, എല്ലാ ജീവികളോടും സ്നേഹത്തോടെ നമ്മൾ വർത്തിച്ചാൽ മതി. എന്നാൽ എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടും. അല്ലാഹു തആല നമുക്ക് പുറത്തു തരണോ, മഗ്ഫിറത്ത് തരണോ? നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറിയാൽ മതി. അത് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക്, ഏതൊരു വിഷയങ്ങളും അത് സാരല്ല, അത് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിക്കണ് എന്നുള്ള മനസ്സകത്തിലുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിയാൽ അതിനർത്ഥം നമ്മൾ തഖ്വയുള്ളവരാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഈ റമദാൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ദുഷിച്ച സ്വഭാവങ്ങളെയെല്ലാം അതെല്ലാം മാറ്റി നിർത്തി അതിനെ നിയന്ത്രിച്ച് പൂർണ്ണമായിട്ട് തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കുട്ടി അടുത്ത് കളിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ ഒരു വേലക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരൻ അദ്ദേഹം നല്ല ചൂടുള്ള ഭക്ഷണവുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ആ പ്ലേറ്റ് വീണ് താഴെ പൊട്ടി ആ ഭക്ഷണം ആ കുട്ടിയുടെ ശരീരത്തിലൂടെ വീഴാണ്. ഈ സമയത്ത് അതിൻ്റെ ചൂട് കാഠിന്യമായിട്ട് ആ കുട്ടി വെന്ത് മരിക്കുകയാണ്. നോക്കി നിങ്ങൾ, അപ്പത്തെ ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പ്രതികരണം അല്ലെങ്കിൽ നമ്മളെ പ്രതികരണം എന്തേക്കാരം? അവിടെയാണ് തത്വമുള്ളവരുടെ ലക്ഷണമായ പുറത്തു കൊടുക്കുക, ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവ മനസ്കതയിലേക്ക് മഹാനവറുകൾ ഉയരുന്നത്. മഹാനവർ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നു, അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി. നോക്കണം, മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി അതാണ്. അതുകൊണ്ട് ഈ റമദാൻ നമ്മിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ടത്, ഞാൻ 5 ഖത്ത് ഓതി, ഞാൻ 10 ഖത്തം ഓതി, ഞാൻ ഖുർആൻ ഇത്ര ഓതി, ഞാൻ എല്ലാ തറാവീഹിലും ജമാഅത്തായി നിസ്കരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി അൽഹംദുലില്ലാഹ് എനിക്കെൻ്റെ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, എനിക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമുക്ക് ഉയർന്നേക അത് ഉപയോഗപ്പെട്ടു എന്നുള്ളത് ഉപകാരപ്രദമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ കുറേ നോമ്പ് നോറ്റ് റമദാന് ശേഷം നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം ഇല്ല എങ്കിൽ ഈ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ചിട്ടയായിട്ട്, ഒരു ഡെയിലി ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യമാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു മാതൃകയായിട്ട് നമ്മൾ എടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പഠിപ്പിച്ചത്, മറ്റൊരാളെ സഹായിക്കുക. ജനങ്ങൾ വെച്ച് ഏറ്റവും ഖൈറുള്ളവൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. നമ്മൾ നമുക്കുമാണ് ജീവിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെയും ഒരു പാവപ്പെട്ടവനെയും പരിഗണിക്കാത്ത ആളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് കാണാൻ അയാൾ പ്രയാസം പറയുന്നത്. ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ മഹാനവറുകൾ ചാടി എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല ഇബ്നു അബ്ബാസ് തങ്ങളെ, മുത്തുനബിയുടെ പള്ളിയിലെ ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടാണോ അങ്ങ് എന്നെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ മഹാനവറുകൾ പറഞ്ഞ ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ പറഞ്ഞതറിയോ? ഈ പള്ളിയിൽ 20 കൊല്ലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും കൂലിയാണ്, പ്രതിഫലമുള്ളതാണ് ഒരാളെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. അതായത് ഒരാളെ സഹായിക്കുക എന്നുള്ളത് അത്രയും മഹത്വമുള്ള കാര്യമാണ് എന്നുള്ളതാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ, ഒരാളുടെ വിഷമങ്ങൾ നീക്കി കൊടുത്താൽ, പ്രയാസങ്ങൾ മാറ്റി കൊടുത്താൽ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഓന്റെ ഒരു പ്രയാസം മാറ്റി വിഷമം മാറ്റി കൊടുക്കുന്നതാണ്. വമൻ യസ്റ അലാ മുഅ്സിരിൻ, ഒരാൾ പ്രയാസമുള്ള ഒരാൾക്ക് ഒരാൾ എളുപ്പമാക്കി കൊടുത്താൽ, യസ്റല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹു തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കുന്നു. നമ്മൾ ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഒരാൾ ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകളെ മറച്ചു വെച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അവൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കും. നമ്മൾ നോക്കി, നമ്മളൊന്നും ഒരാളെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട, ഒരാളെ ന്യൂനതകൾ നമ്മൾ കണ്ടെത്താൻ നിൽക്കരുത്. മറിച്ച് എല്ലാവരുടെയും നന്മകൾ കാണാനുള്ള നല്ല മനസ്സ് നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളതാ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, നമ്മൾ ഒരാളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹു തആല നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഉടമയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറുക എന്നുള്ളതാണ്. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ, ആ റമളാൻ നമുക്ക് ഉപയോഗപ്പെടണം. അതിന് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായിട്ട് നമുക്ക് മാറണം. നമ്മുടെ മോശപ്പെട്ട എല്ലാ ചിന്താഗതികളും ഒഴിവാക്കി നല്ല ഒരു റമളാനായിട്ട് ഈ റമളാൻ നമുക്ക് മാറ്റി നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. റമളാനിൽ വിജയിക്കുന്ന നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ അല്ലാഹു തആല നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.